സിനിമ ഹച്ചിരിമ തിടുക്കത്തിൽ അരങ്ങത്തൊന്നുദിച്ചിടണ്ടേ ഒരു വരമതു സിനിമ സിനിമ എടുത്തിട്ടൊന്നുരച്ചിടണ്ടേ ഓ ദൂരെ ദൂരെ ചിരിമ ദൂരത്തല്ലോ താരം ചാരത്തുണ്ടല്ലോ അമ്മേലെ കുത്തി ചാടിക്കേറാം താരക്കൂട്ടത്തിൽ നീയും കേറിക്കൂടണ്ടേ അമ്മാനത്തേടി പാറിപ്പോകണ്ടേ സിനിമ ചിരിമ സിനിമ നിന്നെ സിനിമയിലെടുത്തടാ സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ ഭീമ സിനിമ ചിരിമയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് ചിരി നിറഞ്ഞ ഒരു നല്ല എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, മിമിക്രി കലാകാരന്മാരെല്ലാവരും വളരെ നല്ല ഗായകരാണെന്ന്. സോ ഇന്നൊരു ഗായകൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മളുടെ ടിനി ചേട്ടനാണ്. വളരെ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം ടിനി ടോം. ടിനി ചേട്ടൻ്റെ ഒരു പാട്ടോട് കൂടി തന്നെയാണ് ഇന്നത്തെ ഭീമ സിനിമ ചിരിമ ഇവിടെ ആരംഭിക്കുന്നത്. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. English, Manglish, English, Manglish. Balik bayi, ende beri. Belile pambeduthu kaluthile vacha RIP. Ottalutti poyal meen chatti. Valinyoru pidi pidi boy. നല്ല ചൂടുള്ള ചാറുമുട്ടി ചുവന്നു മോളിൽ വന്നപ്പ സമയം എത്രയെന്നറിയാമാ ഞങ്ങ നിങ്ങളൊക്കെ പറഞ്ഞ ഞങ്ങല്ല നിങ്ങേട് ഇംഗ്ലണ്ട് വെച്ചക്കാർക്കും ഇംഗ്ലീഷ് മിണ്ടാമെങ്കിൽ കൊച്ചിക്കാർക്ക് ഇംഗ്ലീഷ് പുല്ലേ പുല്ലേ സംഭവം ലോക്കല്ലേ അല്ലാണേ ഇംഗ്ലീഷ് പാവങ്ങൾ നമുക്ക് തലമണ്ടേ കേറൂല സംഭവം ലോക്കല്ലേ അല്ലാണേ ഇംഗ്ലീഷ് പാവങ്ങൾ നമുക്ക് തലമണ്ടേ കേറൂല അല്ലാണേ ഉമ്മാണേ ഇംഗ്ലീഷ് എന്നാണേ നിന്നാണേ മംഗ്ലീഷ് പാടിച്ചിട്ട് നടക്കണില്ല എന്തുമ്മാ ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിനൊക്കെ എന്തായിരിക്കും. ഭീമ സിനിമ ചിരിമയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. നമ്മുടെ പുതിയ മമ്മൂക്ക
ഫിലിം മംഗ്ലീഷിൽ നല്ല വേഷമാണ് അല്ലേ? ടിനിക്ക് നല്ല പേരാണ്. ടിനി നന്നായി സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പടം നന്നായി പോകുന്നു അല്ലേ? തമാശകൾ കുറെ പുതിയതൊക്കെ ഉപയോഗിക്കാൻ പറ്റി. കൊച്ചി സ്ലാങ്ങും അല്ലേ? മൊത്തം അതിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും കൊച്ചി സ്ലാങ് അല്ലേ? ഒരു കൊച്ചി ബേസ്ഡ് ഫിലിമാണ്. അപ്പൊ അതിൽ ഒരു ടിപ്പിക്കൽ കൊച്ചി ലാംഗ്വേജ് ഉണ്ട്. അതെങ്ങനെയാണ് അതിനകത്ത്? അത് കൊച്ചിക്കാരൊരു, അതായത് തോപ്പമ്പടിയിലും യാറിത്താത്തിയുടെ വീട്ടിൽ പോയിട്ട് നല്ല ചൂടുള്ള ചാറും കൂട്ടി ചോറും തിന്ന് മോറും കഴിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോ സമയം എത്രയെന്ന് അറിയാമോ? അത് തന്നെയാണ് ഈ പാട്ടിലും ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങാന്നൊക്കെ പറയണ ഞങ്ങയല്ല നിങ്ങ. ഈ പാട്ട് പാടിയിരിക്കുന്നത് ടിനി തന്നെയാണല്ലേ? ടിനിയും ദുൽഖർ സൽമാനും ഞാനും കൂടി ചേർന്നിട്ടാണ്. ഗോപി സുന്ദർ അതിനൊരു റിസ്ക് എടുക്കാൻ തയ്യാറായി. ഈ സ്ലാങ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് നമ്മൾ മിമിക്രിക്കാർക്കാണ്. ലോകത്തില് ത്രോട്ട് ഇത്രയും ഉപയോഗിക്കുന്ന ആൾക്കാർ കേരളത്തിലുള്ള മലയാളികളിലുള്ള മിമിക്രിക്കാരാണെന്ന്. ഒരു വലിയ കോംപ്ലിമെന്റ് ആണ്. അതായത് 5 സ്വരസ്ഥാനങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഒരാൾക്ക്. അതില് ഖണ്ഡ്യം എന്ന് പറയുന്ന തൊണ്ട കൊണ്ട് പറയുന്നു. അത് ഞാൻ വിശദീകരിക്കണമെങ്കിൽ ഒരാളും കൂടി ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനും എൻ്റെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ സന്തോഷമായിരിക്കും. പിന്നെന്താണ്, ആരാണ് അതിന് വേണ്ടത്? അതിന് പറ്റിയാളെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ തന്നെ പ്രോഗ്രാമിന് വരുന്ന ഒരാളുണ്ട്. അപ്പൊ ഷൈജോ അടിമാലി. ഷൈജോ അടിമാലി ഇവിടെ ഉണ്ട്. ഷൈജോ അടിമാലി അതെ, ഷൈജോ തൊണ്ട തൊഴിലാളി യൂണിയനിൽ പെട്ടുന്ന ഒരാളാണ്. അപ്പോൾ ടിനിയോടൊപ്പം ഒരുപാട് വേദികൾ പങ്കിട്ടിട്ടുള്ള മിമിക്രി കലാകാരൻ ഷൈജോ അടിമാലി. ഷൈജോ, നമസ്കാരം സാർ. ഷൈജോയുടെ വലിയ പെർഫോമൻസ് നമ്മൾ 2 സീസണിൽ കണ്ടതാണ് നമ്മുടെ കോമഡി ഫെസ്റ്റിവലിൽ. ആദ്യത്തെ സീസണിൽ ഷൈജോ CC ആയിരുന്നു. അടുത്ത സീസണിൽ ഷൈജോയുടെ ടീം ഉണ്ടായിരുന്നു. പക്ഷെ 3ാം സ്ഥാനത്തായി പോയി അല്ലേ? ബെസ്റ്റ് പെർഫോമർ അവാർഡ്. ബെസ്റ്റ് പെർഫോമർ ഷൈജോ ആയിരുന്നു. ഷൈജോന്റെ ഒരു 1 മാൻ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഗംഭീരമായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇപ്പൊ ഷൈജോ ഒരു പുതിയ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, ഡ്രൈവർ ഓൺ ഡ്യൂട്ടി. ആസിഫ് അലിയുടെ പടത്തിൽ ഡ്രൈവറായിട്ടാണ്. അല്ല, ഒരു കള്ളനായിട്ടാണ്. അല്ല, അത് കുഴപ്പമില്ല. കള്ളനായിട്ടാണ്. ഈ ഷൈജോയുടെ കഥ ഇവിടെ പറഞ്ഞു. കള്ളനാണെന്ന് പറഞ്ഞ് പോലീസ് പിടിച്ച കഥ പറഞ്ഞു. അത് എപ്പോഴും പിടിക്കും സാറേ. പിന്നെ ഈ ടിവിയിലൊക്കെ ഇപ്പോൾ പ്രോഗ്രാമൊക്കെ കുറച്ച് കണ്ട് കോമഡി ഫെസ്റ്റിവൽ അതിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതിനകത്തൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ്, കണ്ടാൽ എന്നാലും അവർ പറയും എന്നാലും ഒരു സംശയത്തിന്റെ എന്നെ പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് പണ്ട് മുതൽ ഞങ്ങളുടെ നാട്ടിലേക്ക് 8 മണി കഴിഞ്ഞാൽ വണ്ടിയില്ലായിരുന്നു ഹൈ റേഞ്ചിലേക്ക്. അപ്പോൾ എന്താണെങ്കിലും പ്രോഗ്രാം കഴിയുമ്പോൾ 8 മണി കഴിഞ്ഞാൽ പിന്നെ വണ്ടിയില്ല. പിന്നെ വെളുപ്പിന് 5 മണി വരെ ഏതെങ്കിലും സ്റ്റാൻഡിലായിരിക്കും. അപ്പോൾ ഈ പെട്രോളിങ്ങിന് പോകുന്ന പോലീസുകാർ എപ്പോഴും എന്നെ കാണുമ്പോൾ എനിക്കറിയാം എന്നെ പൊക്കുന്നു. അതുകൊണ്ട് ഞാൻ അവരെ കാണുമ്പോൾ തന്നെ അവരുടെ നേരെ ഇങ്ങനെ നോക്കും, അവരും എന്നെ ഇങ്ങനെ നോക്കും. പിന്നെ 2 മിനിറ്റ് മൈമു പോലെ നോക്കിയിട്ട് അവസാനം ചോദ്യം ചെയ്ത് അവസാനം കുറച്ച് നേരം ഞങ്ങൾ തമ്മിലായിരിക്കും. അങ്ങനെ ഒരു വർക്കത്തുണ്ട്. കാരണം ഇപ്പൊ എയർപോർട്ടിൽ പോവാണെങ്കിലും നമ്മൾ ഇവിടെ കുഴപ്പമില്ല, നമ്മൾ പരിചയമുണ്ട്. ഇപ്പൊ ഗൾഫിൽ ചെന്നാലും ഇപ്പൊ അമേരിക്കയിൽ ചെന്നിറങ്ങിയാലും ഇവനെ മാറ്റി നിർത്തും. ഇവനെ മാത്രം ശ്രീലങ്കക്കാരനാണെന്നുള്ള സംശയം. എന്തോ അവരായിട്ടൊരു സിങ്ക് ആവുന്നില്ല. ഇദ്ദേഹത്തിനെ കാണുന്ന പോലെയല്ല, ഇത് മാജിക്കാണ്. ശബ്ദങ്ങളുടെ ഒരു മാജിക് തന്നെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നല്ല ഈ സ്വരസ്ഥാനങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഈ ജയകുമാർ ചെങ്ങമനാട് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞത് 5 സ്വരസ്ഥാനങ്ങളുണ്ട്. ഖണ്ഡ്യം തൊണ്ട വെച്ച്, പിന്നെ ഈ കുറുനാക്കുണ്ട്, അത് മറ്റൊരു സ്വരസ്ഥാനമാണ്. അതിന് പറയുന്നത് താലവ്യം. പിന്നെ ഈ കുറുനാക്ക് കഴിഞ്ഞിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്, അതിന് പറയുന്നത് മൂർധന്യം. പിന്നെ ദന്ത്യം, പിന്നെ ഓഷ്ട്യം, ചുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർ മലയാളികളാണ്. മലയാളികൾ ആണ് കൂടുതൽ വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ അതിൽ മിമിക്രിക്കാരാണ് യഥാർത്ഥത്തിൽ അത് എനിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബ്ലാക്സ് ഉണ്ടാവും, കറമ്പന്മാർ. അവരുടെ അടുത്ത് ഇപ്പോൾ സാറ് സ്ഥലം ചോദിക്കണം, വേർ ഇസ് ഷുഗർ ഹിൽ എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന രീതി ഞാൻ പറയാം. ഒന്ന് ചോദിക്കും സാറേ. വേർ ഇസ് ഷുഗർ ഹിൽ? Just go straight, then right, then left, then you can see the sugar hill. അപ്പം അങ്ങനെ പറയുള്ളൂ. ഇപ്പോൾ വൈറ്റ്സ് ആണെങ്കിൽ, വെള്ള സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ അവരപ്പോൾ ഈ ബ്ലാക്സ് ഉപയോഗിക്കുന്നത് ഖണ്ഡ്യമാണ്, തൊണ്ട മാത്രമാണ്. അപ്പോൾ ഈ വൈറ്റ്സ് ആണെങ്കിൽ അമേരിക്കക്കാരുടെ അടുത്ത് ചോദിക്കണം, സാർ ഇത് തന്നെ ചോദിക്കുക, വേർ ഇസ് ഷുഗർ ഹിൽ? Just go straight, then right, then left, then you can see the sugar hill. അങ്ങനെയാണ് പറയുന്നത്. ഇപ്പം ചൈനക്കാരനാണെങ്കിൽ മാറും. അപ്പം അദ്ദേഹം ഈ മൂർധന്യം വെച്ചാണ് സംസാരിച്ചത്, ഈ വൈറ്റ്. ഇപ്പം ഈ ചൈനക്കാരനാണെങ്കിൽ ചോദിച്ചേ. ചൈന എനിക്ക് അറിഞ്ഞൂടാ. ചൈന വേണ്ട, വേർ ഇസ് ഷുഗർ ഹിൽ? Just go straight, then right, then left, then you can see sugar hill. അപ്പോൾ ചൈനയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷ, ചൈനീസ്. പക്ഷെ അവർ ഉപയോഗിക്കുന്നത് ഇത്ര മാത്രമാണ്, ഈ ദന്ത്യം മാത്രമാണ്. ഇപ്പൊ ഖണ്ഡ്യം എന്ന് പറയുമ്പോൾ ശരിക്കും ജനാർദ്ദനൻ ചേട്ടനൊക്കെ തൊണ്ട കൊണ്ടാണ്. ഓ നമസ്കാരം, എന്റെ കയ്യിലിരിക്കുന്ന സാധനത്തിന്റെ പേര് കപ്പ. അത് തൊണ്ട കൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ മൂർധന്യം, കുറുനാക്ക്, അത് താലവ്യം. പപ്പുവിന്റെ ശബ്ദം എങ്ങനെ ഉണ്ടാക്കുന്നത്?
പൂവിന്റെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെയാണ് അത്. അതെ. ഇവിടെ വെച്ച് അയ്യോ നല്ല മോനെ തൊലപ്പ നമ്മൾ തന്നെ നോക്കി കഴിഞ്ഞിട്ട് അല്ല അങ്ങോട്ട് പോലെ അവിടെ ഒരു ജനം ചെന്നത് താമരശ്ശേരി ചൊല്ലം കല 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 അങ്ങനെ ഞാൻ പറഞ്ഞത്. അങ്ങനെ വരും അത്. പിന്നെ ഈ മൂർധന്യം എന്ന് പറയുന്നത് മമ്മൂക്കയൊക്കെ മൂർധന്യമാണ് കൂടുതൽ. ഇങ്ങനെ എന്തായി അവിടെ പോണു ഭയങ്കര ഗ്ലാമറായി പോലും എന്ന് പറഞ്ഞിട്ട് ഇത്രയും പറയാറുണ്ട്. പിന്നെ പല്ലുണ്ട് പ്രേംകുമാർ. പ്രേംകുമാറൊക്കെ പല്ല് ശരിയാ പല്ലിങ്ങനെ കൂട്ടിപ്പിടിച്ചത് അങ്ങനെ പല്ല് കൂട്ടിപ്പിടിച്ചത് ശരിയാ. പിന്നെ ചുണ്ടുകൊണ്ട് പറയുന്നത് നമ്മുടെ സ്റ്റാർ തന്നെ, സൂപ്പർ സ്റ്റാർ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ കവി പറഞ്ഞത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സബ്ജക്റ്റ് ആക്കി സിലബസ് ആക്കി മാറ്റേണ്ട ഒരു കലാരൂപമാണ് മിമിക്രി എന്ന് പറയുന്നത്. കാരണം ത്രോട്ടിന് ഇത്ര ഉപയോഗിക്കുന്ന ഇത്ര സാധ്യതകളുണ്ട്. വയലിന്റെ ശബ്ദം, മൃദംഗത്തിന്റെ ശബ്ദം, മൃഗങ്ങളുടെ ശബ്ദം, മനുഷ്യന്റെ മൃഗങ്ങളുടെയും തമ്മിലുള്ള സാമ്യം. അത് ഞങ്ങൾ അവതരിപ്പിച്ചിരുന്ന ഒരു ഐറ്റാണത്. അതൊരു പുതിയ ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ്. അതായത് മോർഫിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എല്ലാ മനുഷ്യർക്കും ഒരു മൃഗങ്ങളുടെ സാമ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരെ കണ്ടാലും ഓരോ മൃഗങ്ങൾ. ഇപ്പൊ എന്നെ കണ്ടത് ഒരു സിംഹത്തിന്റെ ലുക്കല്ലേ, ഇത് കുരങ്ങ്, അങ്ങനെ തമാശയുടെ പേരിൽ പറഞ്ഞാണ്. അപ്പോൾ ഈ നമ്മൾ ശബ്ദത്തിലുള്ള സാമ്യം ഞങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. അതെങ്ങനെയാന്ന് അവതരിപ്പിക്കാം. ഒരു സ്ഥലത്ത് മാത്രമാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് അല്ലേ. ശബ്ദം അനുകരിക്കുന്ന പറഞ്ഞാൽ ഈ ഓരോ താരങ്ങളുടെ ശബ്ദം അവതരിപ്പിക്കും ഫസ്റ്റിലെ. അത് കഴിഞ്ഞിട്ട് അവരോട് ആ സാമ്യപ്പെടുന്ന, അവരുടെ ശബ്ദമായിട്ട് സാമ്യപ്പെടുന്ന ജീവികളുടെ ശബ്ദം, അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഞാൻ ടി വിയിലെ സെലിബ്രിറ്റീസിനെ അനുകരിക്കും, ഇദ്ദേഹം സിനിമയിൽ. ഈ സെലിബ്രിറ്റീസ് ഏത് മൃഗമായിട്ട് സാമ്യമുണ്ട്, ഏത് മൃഗത്തിന്റെ ശബ്ദവുമായിട്ട്. അതെ. ഇപ്പൊ TN ഗോപകുമാർ മീഡിയ പേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു എരുമയുടെ ശബ്ദമായിട്ടാണ് സാമ്യം. അല്ല, അപ്പൊ അതിനു മുമ്പ് ആ വേദിയുടെ കുറിച്ച് ഒന്ന് പറയാം സാറേ. ഞങ്ങളിങ്ങനെ നിൽക്കുന്നു, ആ വേദിയുടെ പ്രത്യേകത സാധാരണ ഇപ്പോൾ ഇരിക്കുന്ന ഓഡിയൻസുമായിട്ടുള്ള ഗ്യാപ്പ് ഇല്ല. ഇവര് തൊട്ട് ഇങ്ങനെയാണ്. ഇപ്പൊ ഇവനിവിടെ പ്രോഗ്രാം നടത്തുമ്പോ ഓഡിയൻസ് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ നമ്മള് ഈ ബാക്കിലേക്കുള്ള സാധാരണ ഇങ്ങനെ നോക്കുമല്ലേ. അപ്പൊ നമുക്ക് ഈ ലൈറ്റ് കാരണം ബാക്കിലുള്ള ഓഡിയൻസിനെ കാണില്ല, നമ്മളൊരു നിശ്ചയം വെച്ചാൽ കളിക്കുക, ഇങ്ങനെ പെർഫോം ചെയ്യുക. ഇതങ്ങനെയല്ല, ഇതൊരു ഫ്രണ്ടിൽ ഒരാൾ ബീഡിയൊക്കെ ഒരു വട്ടത്തിൽ പോയൊക്കെ വരണം നമ്മുടെ അടുത്തേക്കാ. അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് കളിക്കുക, ഇങ്ങനെ ഒന്ന് ചെയ്തോണ്ടിരിക്കുക. അന്നേരം ടിൻചേട്ടൻ മറ്റേ ഈ മറ്റേ TN ഗോപകുമാർ എരുമയുടെ ശബ്ദമായിട്ട്. അപ്പൊ ഈ മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്നത് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. കാരണം പുള്ളി അവിടെ നിന്ന് ചുമക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഇരിക്കുക. ചേട്ടൻ ചെയ്തോ. TN ഗോപകുമാർ ചെയ്തോ. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. ഇനി കത്തുകളിലേക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് നാസർ, ജാഫർ, ജോക്കർ, ബ്രോക്കർ എന്നിവർ അയച്ചിരിക്കുന്ന കത്താണ്. ഈ കത്ത് വായിക്കുന്ന ചേട്ടൻ്റെ വായന കൊള്ളാം, പക്ഷെ ആ താടി ഒന്ന് വടിച്ച് കളയണം. ഈ ആവശ്യത്തിലേക്ക് 11 രൂപയും അയച്ചു തന്നിട്ടുണ്ട്. മാന്യ പ്രേക്ഷകൻ്റെ അപ്പൻ്റെ പേർക്ക് ഞാനിത് തിരിച്ചയക്കുന്നു. കണ്ട, എരുമയുമായിട്ടൊരു സാമ്യം. അപ്പം ഒരു പ്രതികരണമല്ല പുള്ളിക്ക്. പുള്ളി ബീഡി കെട്ടോ, തീപ്പെട്ടി ഇവിടുന്ന് എടുക്കുന്നു, ബീഡി കത്തി, ഇതൊക്കെ അല്ലാതെ പുള്ളിക്ക് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമയമുള്ളൂ. സ്റ്റേജിൽ കയറിയാൽ വേറെ ലോകത്താണ്. അപ്പൊ ഇവരുടെയൊക്കെ ഇത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നിന്നാണ് ഈ ചെയ്യുന്നത്. ഈ മൊത്തം ഓഡിയൻസ് ഇതേ ലെവലിൽ തന്നെയാണ്. എല്ലാവരും ഇതേ ലെവലിലിരിക്കണം, എല്ലാവരും അടിച്ച് ഫിറ്റും. അപ്പൊ ഇദ്ദേഹം അടുത്ത ഞാൻ മാമുക്കോയുടെ ശബ്ദം ഈ ഒരു പക്ഷിയുടെ ശബ്ദമായിട്ടാന്ന് പറഞ്ഞിട്ട്, ബാലകൃഷ്ണ കള്ളന്ന എൻ്റെ മോനെ തൊലപ്പ പറ്റൂലെന്ന് ഇതിൻ്റെ കാര്യം നമ്മളേറ്റുവാണ്, എൻ്റെ വാപ്പാൻ്റെ കാര്യം അത് നമ്മളെ വാപ്പേറ്റുന്ന് പറച്ചിലപ്പില്ലാണ് വിനായ തമ്പുരാന്. അങ്ങനെ എടുക്കുക. ഇതുപോലെ തന്നെ എല്ലായിടത്തും ഞങ്ങൾക്ക് കൈഡി കിട്ടാറുണ്ട്. അവിടെ ആരും അനക്കൂല്ല. ഇതൊക്കെ കാണിച്ചവൻ കരഞ്ഞ് കാക്ക വിളിക്കാണ്. എന്നിട്ടും ഒരു രക്ഷയില്ല. അപ്പൊ അടുത്തത് ഞാൻ എന്തായാലും അടിച്ചിരിക്കും എന്നുള്ള രീതിയിലാണ്. രണ്ടുപേരും ഇങ്ങനെ കാണിക്കുക. അപ്പൊ ഞാൻ നടക്കില്ല. അപ്പൊ മറ്റാൾ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അടുത്തത് ഞാൻ ഈ ആറ്റുകാൽ രാധാകൃഷ്ണൻ ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ നിപ്പും എല്ലാം കണ്ടു കഴിഞ്ഞാൽ കള്ള് ഷാപ്പിലെ പൂച്ചയുടെ പോലെയാണ്. ഇങ്ങനെ തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ തിരുവാതിര കളിക്കാരായിരിക്കും. അവർ തിരുവാതിര കളിക്കുമ്പോൾ മൂലസ്ഥാനം ഭൂമിയോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് മൂട് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് കീറിപ്പോയ ഭാഗം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാൽ മതി. പൂച്ചയായിട്ട് സാമ്യമുണ്ട്. ഇപ്പോഴും ഇതുപോലെ കൈയടിയില്ല ആൾക്കാർ, സൈലൻസ് ആണ്. അപ്പോൾ ലാസ്റ്റ് സ്ഥാനം എന്ന് വെച്ചാൽ എവിടെ എങ്ങനെ കളിച്ചാലും കൈയടി കിട്ടും സാറേ. എങ്ങനെ കളിച്ചാലും തുടങ്ങുമ്പോൾ തന്നെ കൈയടി കിട്ടുന്ന ഒരു ഐറ്റം. അപ്പോൾ അത് ഇട്ടോളാൻ പറഞ്ഞു, വജ്രായുധം പോലെ. അതിനിടയ്ക്ക് ഞാൻ മറ്റേ ശ്രീകണ്ഠൻ സാറിനെ അനുകരിച്ചു. ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിന്റെ ശബ്ദം ഏതാന്നുള്ള ഞാൻ കാണിക്കുക, പറയുന്നില്ല. ജീവിയെ പറയുന്നത് ബഹുമാനക്കുറവായിരിക്കും. മാന്യ പ്രേക്ഷകർക്ക് തമ്മിൽ തല്ലുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാളികളുടെ ഇടയിലാണ്. ഇവരെ തമ്മിൽ തല്ലിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം. ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് വിട പറയുകയാണ്. ഗുഡ് ബൈ.
അവിടെയും ഈ കൈയടിയില്ല. അപ്പൊ അവസാന വജ്രായുധം ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. അവസാനം നമ്മൾ എന്ത് പറയണം, ലാലു അലക്സ് നമ്മുടെയൊക്കെ വീടിന്റെ പരിസരത്ത് മഴക്കാലത്ത് കരയുന്ന തവളകളുടെ ശബ്ദവുമായിട്ടാണ് സാമ്യം എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ കൈയടി കിട്ടുന്ന ഐറ്റം ഇതാണ്. പുള്ളി ഇങ്ങനെ തലയൊക്കെ കാട്ടി ആൾക്കാരെങ്ങനെ ഇരുന്നു. പേഴ്സണലായിട്ട് പറയുക, ഋഷി നീ എൻ്റെ അമ്മച്ചിയുടെ നേരെ കൈ ഒങ്ങിയെന്ന് ഞാൻ കേട്ടു. ഇനി എൻ്റെ അമ്മച്ചിയുടെ നേരെ കൈ ഒങ്ങിയ ആ കൈ ഞാൻ വിട്ടും. നിങ്ങൾ കൈയടിച്ചു. പക്ഷേ ഇനി ഈ ആൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി കണ്ടോ കേട്ടോ, ഇപ്പൊ കൈ അടിച്ച പോലെ കയ്യടിയല്ല വന്ന ഇത്ര പറയാ. ഇനി അമ്മയുടെ നേരെ കൈ ഒങ്ങിയ ആ കൈ ഞാൻ വിട്ടും. പിന്നെ ചിരിക്കൂന്നാണ് ഇവന്റെ വിചാരം. ഞങ്ങള് ഉരുകിപ്പോയി അവിടെ വന്ന് രണ്ടുപേരും. ഇത് ഹൈ റേഞ്ചിലെ മച്ചുപ്ലാവ് എന്ന ഗ്രാമം. പരസ്പര സ്നേഹവും അയൽവക്ക ബന്ധങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ മനസ്സിൽ സ്നേഹവും ഓരോ കുടുംബത്തിന്റെ ഏതാവശ്യങ്ങളിലും ഓടിയെത്തുന്ന നിഷ്കളങ്കരായ ഈ ഗ്രാമവാസികൾ. ഈ ഗ്രാമത്തിലെ പുത്തമ്പരക്കൽ നാരായണന്റെ വീട്ടിൽ ഇന്നൊരു സന്തോഷമുണ്ട്. ആ കാഴ്ചകളിലേക്ക്. പിന്നെ അളിയ, പെണ്ണിനെയും പെണ്ണിന്റെ വീട്ടുകാരെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മുടെ ചെറുക്കൻ സ്വർണ്ണമെല്ലാം അങ്ങോട്ടിട്ട് കെട്ടുക എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ 10 പവനാ. എന്റെ ചേട്ടാ, സ്വർണ്ണ ഇങ്ങോട്ടിട്ട് കെട്ടാന്നും പറഞ്ഞ് എന്തോ ഒരു ആലോചന വന്നതാ. വല്ലതും നടന്നോ? വെറുതെ ബേക്കറി പലഹാരം തിന്നു അന്ന മിച്ചം. മധുരപലഹാരം തിന്ന് എനിക്കാണ് ഇപ്പൊ ഷുഗറും പിടിച്ചു. കണ്ടോ, എന്റെ കൊച്ചിന് ഷുഗർ പിടിച്ചു. ഇനിയിപ്പോ ഇങ്ങോട്ടിട്ട് കെട്ടിയാലും വേണ്ടില്ല, അങ്ങോട്ടിട്ട് കെട്ടിയാലും വേണ്ടില്ല, എന്റെ കൊച്ചിന്റെ കല്യാണം നടന്നു കിട്ടും. അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. എങ്ങനെയാ പെണ്ണിനൊക്കെ പിടിച്ചോ? പിന്നെ എങ്ങനെയാ ബാക്കി കാര്യങ്ങളൊക്കെ? ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ കല്യാണം കഴിക്കണം, ആദ്യരാത്രി ഇതൊക്കെ എങ്ങനെയാ പറയുന്നേ? ആദ്യരാത്രിയുടെ കാര്യം മാത്രമല്ലടാ, ഈ കല്യാണത്തിന്റെ ചെലവ് എങ്ങനെ നടക്കുമെന്നാ ഞാൻ ചോദിച്ചേ. അതിന്റെ കാര്യത്തിൽ അച്ഛനൊന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനുള്ള 10 പവന്റെ സ്വർണത്തിന്റെ കാശ് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അതിട്ടോണ്ട് ഞാൻ അവളെ കല്യാണം കഴിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നോളാം. എന്റെ മനുഷ്യ, അവനെ കിട്ടാൻ പോകുന്ന സ്വർണ്ണവും രൂപയും എല്ലാം അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എവിടെ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്? എടി 3-4 വർഷമായിട്ട് 10-450 പെണ്ണ് കണ്ടിങ്ങനെ നടന്നതല്ലാതെ 10 പൈസയുടെ പണിക്ക് പോയിട്ടുണ്ടോ? പിന്നെ എവിടുന്നാ ഈ കാശ്? അതാണ് ഞാൻ ചോദിച്ചത്. ആഹാരമല്ല, വീടിന്റെ ആധാരം. അത് കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ട് പണയം വെച്ചിട്ട് ഞാൻ 3 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് എന്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട്. കണ്ടോടി, ഞാൻ നിന്റെ അടുത്ത് അന്നാ പറഞ്ഞോ, എടി നമ്മുടെ രണ്ടുപേരുടെയും കാലശേഷം അത് ഇവന്റെ പേരിൽ എഴുതി വെച്ചാൽ മതി എന്ന്. എന്റെ പൊന്നളിയ, ഇത് അവന്റെ പേരിൽ എഴുതി വെച്ചിട്ടല്ലേ അവൻ ഈ കൊണ്ടുപോയി തോന്നിയ ദിവസം കാണിച്ചത്. ഇവന്റെ താഴെ ഒരു പെണ്ണ് വെക്കുന്നു, അതിന്റെ കാര്യം എങ്ങനെ നോക്കും? അതിന്റെ കാര്യത്തിൽ അച്ഛനും അമ്മയും ഒന്നും വിഷമിക്കണ്ട. ഞാനൊരു 10-460 പെണ്ണ് കണ്ടിട്ടല്ലേ എനിക്കൊരു പെണ്ണിനെ കിട്ടിയത്. എന്ന് പറഞ്ഞാലും എന്റെ പെങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇറക്കനെ എവിടെ നിന്ന് കിട്ടും? അവനെ താഴ്ത്തി പറയരുത്. നിങ്ങൾ എന്നാ കണ്ടിട്ട് എന്നെ കെട്ടിയത്? എന്ത് കഴിവുണ്ടായിട്ടാ? എനിക്ക് കഴിവില്ലായിരുന്നു. എനിക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ ഇവനും ഇതുപോലെ ഒരുത്തി ഇതിനകത്ത് കയറി നിൽക്കുന്നത്? അളിയ മതി. അല്ല ഇനി ഒരെണ്ണം ഇതിലെ ഓടിക്കളിക്കും. ഒരുവിധം കൂടായിട്ട് വന്നതായിരുന്നു. എടി മോളെ, സന്ധ്യയായി, ഒന്ന് വിളക്ക് കത്തിച്ചേ. ഇങ്ങോട്ട് വാ. ദീപം കയ്യിൽ സന്ധ്യാദീപം, ദീപം കയ്യിൽ താരാദീപം, ആകാശത്താമര. മൊത്തം താഴെ പോയല്ലോ. എൻ്റെ ഭഗവാനെ, എന്നെ എൻ്റെ കുടുംബത്തെയും എല്ലാം കാത്തോളണേ. എൻ്റെ കുടുംബത്തിലെ ദാരിദ്ര്യങ്ങളെല്ലാം മാറ്റിത്തരണേ. വേണുവേട്ടൻ ഇത്ര നേരത്തെ വന്നു? വേണുട്ടാ, ഞാൻ പറഞ്ഞതല്ലേ പട്ടുസാരി തുടങ്ങുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാമെന്ന്. പൊയ്ക്കോ, ഇവിടെ അച്ഛനമ്മ എല്ലാവരും ഉണ്ട്. ഈശ്വര, ഇതൊന്നും എന്റെ അച്ഛനമ്മ അറിയത്തേ. സുഭാഷേ, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ പെങ്ങളെ സന്ധ്യയ്ക്ക് ഇന്ന് ശൂശു എന്ന് വിളിക്കരുത്. ഞങ്ങൾ അങ്ങനെയുള്ള കുടുംബക്കാരല്ല, ഞങ്ങൾ അഭിമാനികളാണ്. നിന്റെ കയ്യെങ്കാലും വെട്ടി ഞങ്ങൾ താഴെയിടും. അച്ഛാ
അച്ഛാ നീ വന്നേ. എന്താ എന്നാടാ രമേശ് ആരാ എന്നാ? നാരായണന്റെ വീട്ടുകാർ ഞാനും എന്റെ മകള് അത്ര കാര്യമൊന്നുമല്ല അല്ലേ ഏട്ടാ അല്ലേ ആണോ? അല്ലേ അതെ വിശ്വാസം അതല്ലേ എല്ലാം. നിർത്തിക്കേ. ഇത് മനുഷ്യൻ ശൂശു എന്ന് വിളിക്കുന്ന ശബ്ദം അല്ലല്ലോ. അല്ലേ അല്ലല്ലേ ഇവിടൊന്നും അല്ല. അല്ല ഒരു കപ്പ പുഴുങ്ങിയ മണം പോലെ തോന്നുന്നുണ്ടോ? എന്നാ ഇത്തിരി ചമ്മന്തി ഇറക്കി നമുക്ക് അങ്ങ് കഴിക്കാമല്ലോ. അയ്യോ, ആഹാരത്തിന്റെ വിചാരമല്ല, ഇത് എവിടെയോ ഇരുന്ന് പാമ്പ് വാ വിളിച്ച ചീറ്റുന്നതാ. ആ നീ പറഞ്ഞത് ശരിയാണെങ്കിൽ പാമ്പ് പാമ്പാന്ന് പറഞ്ഞു. പാമ്പോ? എടാ അത് ഇവിടെ നേരത്തല്ല, ആ മരത്തല്ല, നീ അതിനകത്തോട്ട് പോയി കയറാം. ചീത്തപ്പേരി ഇപ്പൊ എന്തോ ചെയ്യടാ? ശല്യം ഉണ്ടാക്കല്ലേ, പാമ്പിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കല്ലേ. ആ ഇത് സാധനം വേറെ കേട്ടോ. പാമ്പല്ലേ? പാമ്പല്ലേ? പാമ്പാണ്, പക്ഷെ രാജന. ഏയ് രാജൻ ചെത്തും കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ പോയതാണല്ലോ. എന്റെ ഈ വെളിവില്ലാത്ത ഫാമിലിയാണ്. എടാ ആ ചെത്തുകാരൻ രാജനല്ല, പിന്നെ ഇത് രാജവമ്പാലയാണ്. ആ ഇത് നിസാര കേസല്ല. അറിയാവോ, ഈ രാജവമ്പാല എന്ന് പറഞ്ഞ സാധനം വന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. രാജവമ്പാല ഒരിക്കലും ഒറ്റയ്ക്ക് വരത്തില്ല. ഈ രാജവമ്പാല വന്നാൽ അതിന്റെ ഇണയും അതിന്റെ 316 കുഞ്ഞുങ്ങളും ഇവിടെ തന്നെ ഉണ്ടാവും. അതെ, സൂക്ഷിച്ചൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഈ രാജവമ്പാല എന്ന് പറഞ്ഞ സാധനത്തിന് പ്രത്യേകത ഉണ്ട്, അറിയാമോ? ഇത് ചില പാമ്പുകൾ മുട്ടയിടും, ചില പാമ്പുകൾ പ്രസവിക്കും. അതന്നെ മണിയപ്പൻ ചേട്ടാ, ചില പാമ്പുകൾ മുട്ടയിടുന്ന, ചില പാമ്പ് പ്രസവിക്കുന്നത്. എടാ ചില പാമ്പുകൾക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല. അതിനാ പ്രസവിച്ച് കഴിഞ്ഞാൽ അവരെ ഷേപ്പ് നഷ്ടപ്പെട്ടു ഒന്ന്, വയറും ചാടി ഒരു വൃത്തിയുടെ ഷേപ്പായി പോകുന്നു. ആണല്ലേ? ഒന്നാമത് പ്രസവരക്ഷ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാ. അത് തന്നെയല്ലേ ഈ വയറുമായിട്ട് റോഡിൽ കൂടെ എഴിഞ്ഞ് നടക്കുകയും ചെയ്യണ്ടേ? അത് തന്നെ തന്നെയല്ല, ഈ പാമ്പുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാജവമ്പാല എന്ന് പറഞ്ഞ സാധനം ഒറ്റ പ്രസവത്തിന് 366 കുഞ്ഞുങ്ങൾ. 418 അതാണ് കൂട്ടിയിട്ട ബാറുകളുടെ കാര്യമല്ലേ. എടാ ഇത് പാമ്പ് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. 316 കുഞ്ഞുങ്ങളെ ഒറ്റയടിക്ക് പ്രസവിക്കുന്നത്, മനസ്സിലായോ? പേടിക്കണ്ട, ധൈര്യമായിട്ട് നിന്നു. അല്ല ഇനിയിപ്പോ എന്നാ ചെയ്യേണ്ടി വരും നമ്മൾ മാറ്റാനായിട്ട് ഇവിടുന്ന്? അതെ ഇതുണ്ടല്ലോ, ഞാൻ കൂട്ടിയാ കൂടത്തില്ല, നമ്മളൊന്നും കൂട്ടിയാ കൂടത്തില്ലെന്ന്. പാമ്പിനെ ആരെങ്കിലും കൂട്ടാൻ ഓ വൃത്തികെട്ട കാരണവര് അച്ഛാ വിവരക്കേട് പറയാതെ പാമ്പിനെ കൂട്ടുന്നവരും ഉണ്ട്. ആണോ? ഫസ്റ്റ് പാമ്പിന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഈ പാമ്പിനെ നമ്മളൊന്നും വിചാരിച്ചാ പിടിക്കാൻ പറ്റത്തില്ലെന്ന്. പിന്നെ ആര് വിചാരിക്കും? വാവച്ചി. ഫേസ്ബുക്കിൽ കണ്ടിട്ടില്ല തിരുവനന്തപുരത്തുള്ള വാവച്ചി പാമ്പിനെ പിടിച്ചിങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. ആ വാവച്ചി വന്നാൽ മാത്രമേ ഈ പാമ്പിനെ പിടിക്കാൻ പറ്റൂ. ഇടയ്ക്കിടയ്ക്ക് കാലൊന്ന് പൊക്കി പൊക്കി നോട്ടോ, കുഞ്ഞുങ്ങളുണ്ടാവും കേട്ടോ. ഒന്ന് നോക്കി കണ്ടു നിന്നോ. വാവച്ചിയെ വിളിക്കാതെ വാവച്ചി ഒന്ന് വിളിച്ചു നോക്കാം. എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. ഹലോ വാവച്ചി, ഇവിടെ മറ്റപ്ലാവിൽ നാരായണച്ചേട്ടൻ്റെ വീട്ടിലേ ഒരു രാജവമ്പാല കയറിയിട്ടുണ്ട്. അപ്പം അതിനെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഇവിടം വരെ ഒന്ന് വരണം. എങ്ങനെ വരും? അയ്യോ, അവൻ നാഗർകോവിലാണ്. അവിടെ നിന്ന് ഇവിടെ വരണമെങ്കിൽ 12 മണിക്കൂർ എടുക്കും. വരാൻ പറ, നേരം വിളിക്കുമ്പോൾ എത്തിയാൽ മതിയല്ലോ. വരാൻ പറയാം. എന്താണെന്നും കുഴപ്പമില്ല, നീ വിട്ടു പോരെ. അങ്ങനെ അങ്ങ് പോരെ, ഒരു കുഴപ്പമില്ല. എന്താ വരുവല്ലേ? വരും. പിന്നെ നമ്മൾ ഈ വാവച്ച് വരുന്നതിന് നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അല്ലേ? വരുന്നതിന് 5 പൈസ കൊടുക്കണ്ട. അതാണ്. പക്ഷെ പോണെങ്കിൽ പൈസ കൊടുക്കും. പിന്നെ അവൻ കാറും വിളിച്ച് അവിടെ നിന്ന് വന്നതിന് അവന് പൈസ കൊടുക്കാതെ അവൻ പോകുമോ? അതാര് കൊടുക്കും? എന്റെ വീട്ടിലാണോ പാമ്പ് കയറിയേക്കണം? പാമ്പ് കയറിക്കുന്നത് ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലാണ്. നിന്റെ വീടല്ലേ? അതെ. നിന്റെ വീട്ടിൽ പാമ്പ് കയറിയാ നീ പൈസ കൊടുക്കും. അതെങ്ങനെ കൊടുക്കാനാണ്? നമ്മുടെ ഇപ്പൊ ഇവിടെ പൈസ ഇരിക്കുന്നേ. ഒറ്റ കാശിരിപ്പില്ല. ഏത് കാശ്? കല്യാണം നടത്താനുള്ള കാശിരിപ്പില്ല. എന്റെ അതൊരു 12-ാം തീയതി ഇവിടെ ഒരു മംഗളകാര്യം നടത്താൻ കല്യാണം നടത്താൻ വേണ്ടി വെച്ചിരിക്കുന്ന പാമ്പ്, അല്ലാതെ പാമ്പ് പിടിക്കുന്നവർ കൊടുക്കാനുള്ള കാശല്ല. അച്ഛൻ എന്നെ വർത്താനേ പറയുന്നത്. എടാ ഈ പാമ്പ് ഇവിടെ എടുത്താൽ ഇവിടെ കല്യാണം നടക്കുവോ? ഇല്ലേ? അങ്ങനെ നടക്കുന്നത്? അപ്പൊ കൊടുക്കാം. പാമ്പ് പോട്ടടാ, കാശ് കൊടുക്കടാ. രമേശ നീ മതി.
ഒരു പാമ്പ് കയറിയ വീടാ, ചാടി ചാടി നിൽക്കണം കേട്ടോ. ഉഷാറായിട്ട് നിന്നേ. ഒന്ന് ഉഷാറായിട്ട് നിന്നത്. അപ്പൊ ചേട്ടാ, ഈ പാമ്പ് വന്ന് സ്ഥിതിക്കണ്ടല്ലോ, ഇതിന്റെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, അത് ഇപ്പൊ തന്നെ അത് അനങ്ങണുണ്ടോ. ഇതെങ്ങോട്ടാ മാറുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വെട്ടം കൊടുക്കണം. വെട്ടം അടിച്ചു കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഇതിലെ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റാതെ വരും. അത് തന്നെയല്ല, കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ നടക്കുന്നതുകൊണ്ട് ശരിക്കും ലൈറ്റ് കൊടുക്കണം. നീ അച്ഛൻ മേടിച്ച ചൈനയുടെ ടോർച്ച് എടുത്തോണ്ടോ? ചൈനയുടെ ടോർച്ച് കൊണ്ടൊന്നും കൊടുക്കരുത്. രാജഗോപാലയാ, അതിനെ അപമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അത് ചീറ്റും അവിടെ കിടന്നു. ഇപ്പൊ തന്നെ പത്തി വിരിച്ചു തുടങ്ങി. അത് പറഞ്ഞപ്പോ തന്നെ അല്ല, ഇപ്പൊ ഞാൻ എന്തോ ഹാലത്തിൽ ലൈറ്റ് എടുക്കണം. ഹാലത്തിൽ ലൈറ്റ് ന്യൂഭാരതിലെ പരീതിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഹാലത്തിലെ ലൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ ലൈറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രകാശമായിരിക്കും, ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. പരീതേ, എടാ പരീതേ, നീയേ നീ ഒരു ഈ നാരായണ ചേട്ടൻ്റെ വീട്ടിലേ നാരായണ ചേട്ടൻ്റെ വീട്ടിൽ പിന്നെ പാമ്പ് കയറിയൊക്കെ പോയി രാജഗോപാല. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, ഹാലത്തിനെടുത്തോ. അതെ, ഇവിടെ കറണ്ട് പോകുന്നു, വന്നും പോയിരിക്കും. എടാ, അപ്പൊ ജനറേറ്റർ എടുത്തോ പറഞ്ഞ പോലെ. അതെ, ഡീസൽ ഉണ്ടാവും. ഡീസൽ വാങ്ങിക്കാം. മണ്ണെണ്ണ കേട്ടോ. ഇവിടെ മണ്ണെണ്ണയില്ല, ഇവിടെ വിളക്ക് കത്തിക്കാനുള്ള മണ്ണെണ്ണ പോലും ആണോ? ഇവിടെ ഒന്നുമില്ല നിലവിൽ. ഇവിടെ നിലവിലൊന്നുമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്തോ, ഡീസൽ എന്നാന്ന് വെച്ചാൽ നീ എടുത്തോ കേട്ടോ. എല്ലാ സാധനവും എടുത്തോണ്ട് നീ പോരെ, ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് ഓക്കെ ആക്കാം. ഒരു കാര്യം ചെയ്യുമ്പോഴേപ്പാ, ഏതൊക്കെയും ഇത്ര ലൈറ്റ് ഉറക്കല്ലോ, ഒരു എം എച്ച് കൊടുക്കാൻ ഓൾറെഡി ചെയ്തു. ഒരു എം എച്ച് കൂടെ പോട്ടെ. അതെന്താ നല്ല കാര്യം? എം എച്ചോ? ഉള്ളല്ലടാ, ലൈറ്റിന്റെ കാര്യല്ലേ പറഞ്ഞത്. ഈ എം എച്ച് ലൈറ്റ് അയ്യോ, എച്ചം ഒരു മിനിറ്റ് വിളിക്കാം. അപ്പഴേ ആരാ കണ്ടേ, എങ്ങനെ കണ്ടേ? എന്റെ പൊന്നു മണിയപ്പൻ ചേട്ടാ, ഞങ്ങൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥനയും കഴിഞ്ഞ് കഞ്ഞി കുടിക്കാൻ വേണ്ടി അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒച്ച കേൾക്കുന്നു. കഞ്ഞി പോലും ഇട്ടു ഞങ്ങൾ ഓടി വരുമായിരുന്നു. ഞങ്ങൾ ഒന്നും കഴിച്ചില്ലെന്നേ. ഒന്നും കഴിച്ചിട്ടില്ല, പട്ടണിയാ. ഇനിയിപ്പോ എന്നാലും അതിനകത്ത് കഞ്ഞി എടുക്കാൻ പോകണ്ട, അവിടെ കുഞ്ഞുങ്ങൾ കാണും, ഏണയും കുഞ്ഞുങ്ങളും ഉണ്ടാവും. അതുകൊണ്ടേ നമുക്കൊരു കാര്യം ചെയ്യാം. എടാ, നീ ഒരു കാര്യം ചെയ്ത്, നീ അവിടെ ഒരു അടുപ്പ് കൂട്ടിയിട്ട് നമ്മുടെ പിള്ളേരെ എല്ലാം കൂടെ വിളിച്ചിട്ട്, ഇത് നാടിന്റെ ഒരു ആവശ്യമായി പോയില്ലേ, നമ്മുടെ നാട്ടിലൊരു അയൽവക്കത്തെ ഒരു സംഭവം ഉണ്ട്, എല്ലാവരും ഓടിക്കൂടണം. ഞാൻ ചെയ്ത ഒരു അടുപ്പ് കൂട്ടിയിട്ട് ഒരു ചെമ്പ് വെച്ച് വെള്ളം ഒഴിച്ചു. നീ എന്താ പരിപാടിയാ? എടാ, ഇവിടെ 5-6 പേരല്ലേ ഉള്ളു, നമുക്ക് ആ കലത്തി വെച്ചാ പോരെ? എന്റെ പൊന്നു ചേട്ടാ, ഞാനിത് വിളിച്ചു പറഞ്ഞേക്കണത് ആരോടാ? ന്യൂഭാരതിലെ പരീതിനോടാ. പരീതി ഇപ്പൊ ടൗൺ മൊത്തം പറഞ്ഞോ ഇവിടെ ഈ പാമ്പ് കയറിയ കാര്യം. അവിടെ നിന്ന് ജനം മൊത്തം എരമ്പി ഇങ്ങോട്ട് വരും. അന്നേരം നിങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ മാത്രം കഞ്ഞി കുടിച്ചാൽ എന്നെ നാണക്കേണ്ടത്. അതുകൊണ്ട് അവർക്ക് ഉള്ള അരി ഇടണം കേട്ടോ. അരി ഉണ്ടോ ചേച്ചി? അയ്യോ ഇല്ല, ഞങ്ങൾക്ക് കഴിക്കാനുള്ള അരി മാത്രമേ ഉള്ളൂ. അപ്പൊ പരീനെ വിളിച്ചു പറയാൻ കുഴപ്പമില്ല. പരീരെ, എടാ ഒരു അരി എടുത്തോ. അതെന്നാ പറയാ, ജനം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ പട്ടിക്ക് നിൽക്കാൻ പാടില്ല. അതെന്താ പറയുക, 12 മണിക്കൂർ വേണം വാവാനെ വാവച്ച് വരാൻ. 12 മണിക്കൂർ എടുക്കും. അപ്പോൾ അവർ വന്ന് ബസ്സിന് നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാ കേട്ടോ. ശരി എടുത്തോ. എടാ, പിന്നെ നിനക്കെന്നാ കറി ഇഷ്ടം? പരിപ്പറി ഇഷ്ടം? ഇച്ചിരി പരിപ്പ് വാങ്ങിച്ചോ. പിന്നെ ആ ഫ്രണ്ടിലേ ആ എഴുതോത്തിന് കട ഫ്രണ്ടിൽ ഉണക്കമീൻ ഇരിപ്പുണ്ട്, അത് വാങ്ങിച്ചോ. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഓക്കെ എന്നാ ശരിടാ. ഓക്കെ, എനിക്കൊരു 500 രൂപയ്ക്കൊന്ന് റീചാർജ് ചെയ്താൽ ഒത്തിരി പേരെ വിളിക്കാനുള്ള. നീ എന്താ ഇവിടെ സദ്യ നടത്താനുള്ള പരിപാടിയാണോ? പിന്നെ സദ്യ എന്ന് പറഞ്ഞാൽ അവർ വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ? മോനേടാ, അതിനുള്ള പൈസയും എടുത്തോ. എന്റെ പൈസ ഒന്നും ചേട്ടാ, ഇവൻ എന്നെ ഇങ്ങനെ പറയണത്, ഇവരുടെ വീട്ടിൽ പാമ്പ് കയറിയിട്ട് ഞാനത് രക്ഷിക്കാൻ നോക്കുമ്പോഴത്തേക്കും പാമ്പ് പോട്ടെന്ന് കല്യാണത്തിന് വെച്ചിരിക്കുന്ന കാശാന്ന്. എടാ, ഈ പാമ്പ് ഇവിടെ ഇരുന്ന കല്യാണം നടക്കുവോ? അതാ പറഞ്ഞത് പാമ്പ് പോട്ടെന്ന്. ആണോ? ചേച്ചി ഇവിടെ കിടന്ന് തുള്ളി കളിക്കില്ല, പാമ്പ് ചീട്ട് മാറി കൊടുക്കും. അവൻ സിസ്റ്റം സഹിതമായിട്ടാ പറഞ്ഞു വിട്ടേ. അതെ, വേറെ കാര്യമുണ്ട്. കണ്ണി കണ്ടെടുത്ത് കൊണ്ട് വയറോട് വെക്കരുത്. ഇല്ല, വീട്ടിലെ കറണ്ട് മൊത്തം പോയ പോലെ ഈ വീട്ടിലെ കറണ്ട് പോകുമ്പോൾ ഇവിടെ പാമ്പാണ് കയറിക്കണം. മനസ്സിലായില്ലേ? ഈ വയറോ പിടിച്ച് അവിടെ ആലയം വെച്ചിട്ടുണ്ട്. അത് ഒരു കാര്യം പറയട്ടെ, വേറെ കാര്യം പറയാൻ. ഒരു മിനിറ്റ് ഒന്നും മിണ്ടായി. എന്നാ അതെ, വന്ന വഴിക്കാ നമ്മുടെ വണ്ടിയുടെ കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് അങ്ങോട്ട് പോയി. വണ്ടി നേരെ റിവേഴ്സ് പോയി. എന്നിട്ട് ചെന പിടിച്ചിരിക്കുന്ന പശുവിന്റെ മേത്ത് ഇടിച്ചു. പശു ചത്തോ? പശുവും ചത്തു, പുള്ളിയും ചത്തു. അവരിപ്പോ എന്നാ പറയണേ? പരീക്കുട്ടിക്ക് വിളിച്ചു പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റിൽ ആക്കിയിട്ടുണ്ട്. അവര് പറയണെന്താ വെച്ചാൽ ഒരു 20 രൂപയാണ് കൊടുക്കാനാ പറയണേ. 20 രൂപ? ഒട്ടും കുറയൂല. അതിനകത്തൊന്നും കുറയൂല എന്ന് പറഞ്ഞു. അത് സംസാരിച്ചങ്ങനെ പരീക്കുട്ടിക്ക് എന്റെ പേരില്. വേറെ കേസ്. ആ പിള്ളേര് വന്നപ്പോൾ ഒരു അവസ്ഥ പറ്റി. അവരുടെ വണ്ടിയുടെ ബ്രേക്ക് ഇല്ലായിരുന്നേ. അപ്പോൾ ഒരു പശുവിനെ ചെന്നിടിച്ചത് പശു കത്തുപോയി. അപ്പോൾ അതുകൊണ്ടേ കുഞ്ഞിന്റെ പൈസ ഒന്നും കൊടുക്കണ്ട, നമുക്കൊരു 19 രൂപ തീർക്കാം. അല്ലെ, പശുവിനെ അവരുടെ ജീപ്പല്ലേ അടിച്ച് ചത്തു പോയത്. അപ്പോൾ അവർ പൈസ നിന്റെ ആവശ്യത്തിന് പാമ്പ് കിടന്ന് ഇറങ്ങണം കേട്ടോ. നിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സാധനമൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. അവര് വണ്ടി ഇടിപ്പിച്ച് പശുവിനെ കൊന്നതിന് ഞാൻ എന്തിനാ മണിയപ്പൻ ചേട്ടാ പൈസ കൊടുക്കുന്നത്? നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? നിന്റെ വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നീ തന്നെ പൈസ കൊടുക്കണം. അച്ഛാ, ഇത് കല്യാണത്തിന് വെച്ചിരിക്കുന്ന കാശാ കേട്ടോ. ഇടഞ്ഞെടുക്കാൻ പാമ്പ് പോട്ടെന്ന്. പൈസ കേട്ടോ. നീ എപ്പോഴും എണ്ണ കുറച്ചും കൂടെ തന്നാൽ മതി, ഞാനത് ബാലൻസ് ചെയ്തോളാം. എന്നാ ഇതിപ്പോ അത്യാവശ്യം പിടിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ പറയാം. ലേറ്റ് തെളിപ്പിക്കടാ പിള്ളേർ, പാമ്പ് അങ്ങോട്ട് മാറുന്നത്. നിങ്ങൾ എന്നെ അണച്ചോണ്ടിരിക്കുക.
ഒന്ന് പെട്ടെന്ന് ആവട്ടെ ഇറക്കാം. പരീത നീ എന്നാ സൗണ്ട് കൊടുത്തു വിട്ടെ. ആ ജനങ്ങൾ വരുമ്പം അനൗൺസ്മെന്റ് ചെയ്യാനാണ് കേട്ടോ. അവൻ ഭയങ്കര ബുദ്ധിയുള്ളത്. ജനം വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അനൗൺസ്മെന്റ് ചെയ്യാനാണ്. സി ഡി പ്ലെയറും കൊടുത്തു വിട്ടിട്ടുണ്ട്. സി ഡി പ്ലെയറും സി ഡി ഒക്കെ കൊടുത്തുവിട്ടുണ്ട് കേട്ടോ. സി ഡി പ്ലെയറും സി ഡി ഒക്കെ കൊടുത്തുവിട്ടുണ്ട്. ഗാനമേളല്ലേ, ആൾക്കാർ വരുമ്പോൾ ബോറടിക്കണ്ടല്ലോ എന്ന് അവൻ്റെ ഐഡിയ അത്. അതെ. അപ്പോൾ പിന്നെ വേറൊരു കേസ്, നിങ്ങൾക്ക് ദോഷങ്ങൾ വല്ലതും ഉണ്ടോ? ഞങ്ങൾക്ക് ചെറിയൊരു ദോഷം ഉണ്ടായിരുന്നു. ചെറിയൊരു വഴിപാട് നടത്താനുണ്ടായിരുന്നു. ഒരു 100 പാലും കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുത്തില്ല, മുടങ്ങി കിടക്കുക. അതുകൊണ്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം വന്നിക്കണം. മനസ്സിലായോ? 100 പാലും കൊടുക്കാൻ വേണ്ടി വന്നിക്കണേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഒരു ഗ്ലാസ് പാലും ഒരു 100 രൂപ കൊടുക്കാം. അപ്പോൾ പ്രശ്നം തീരുമല്ലോ. ഓ, ഈ വെളിവില്ലാത്ത കാർത്തനങ്ങൾ ഞാൻ എന്നെ ചെയ്യാൻ പറ്റൂല. ഓ, നിങ്ങളൊക്കെ സഹിക്കുവാണല്ലോ ഇതിനെ. എൻ്റെ പൊന്നി ചേട്ടാ അതല്ല പറഞ്ഞത്. 100 പാലെന്ന് പറഞ്ഞൊരു നേർച്ചയാണ്. തന്നെയല്ല, ഇതുപോലുള്ള ദോഷങ്ങൾ ഉണ്ടായി പാമ്പ് വരുമ്പോണ്ടല്ലോ പാടണം. അറിയാവോ? ക്ലാസിക്കലല്ലേ? ക്ലാസിക്കൽ വേണ്ട, പാമ്പ് ഓടി പോകും. ഞാൻ പാടാം. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യ ഇത് എന്നാ അവിഞ്ഞ ഫാമിലി എന്റെ കർത്താവ്. ഉഗ്രം കേസ് കൊടുത്തിട്ട് പാട്ടല്ലേ ഒന്നും മിണ്ടായിരുന്നത്. ഈ പാട്ടിന്റെ കാര്യമല്ല പറഞ്ഞത്. സർപ്പപ്പാട്ട് പാടണം. ആ സർപ്പപ്പാട്ട് പാടി, സർപ്പപ്പത്തപ്പാട്ട് പാടി അതിനെ സന്തോഷിപ്പിക്കണം. അത് കയറി ഒരു ഈ സർപ്പപ്പാട്ടൊക്കെ ആര് പാടും? നമ്മുടെ വേണു പാടും. വേണു പാടും? ആ, നീ കണ്ടിട്ട് സർപ്പത്തെ പോലെ മുടിയും വെച്ചോണ്ട് നടക്കണത്. അവൻ പാടുമെന്ന്. എന്നാ പിന്നെ അവനെ വിളിയടാ. എടാ നീ മോനെ, നീ വേണു, ആ വേണുവിനെ പെട്ടെന്ന് വിളിച്ചോണ്ടോ. വിളിച്ച് പറഞ്ഞേരെ, ഒന്ന് പറഞ്ഞേരെ. പെട്ടെന്ന് വിളിച്ചാലേ. നീ ഒന്ന് വിളിച്ച് പറഞ്ഞേരെ. അരി ഒന്ന് ഇട്ടാലോ കേട്ടോ. വേണുവിനെ വിളിക്കണമല്ലോ ഇഷ്ടം. വേണുവേ, എടാ ഇവിടെ ഒരു പാമ്പ് കയറിയേക്കാം, നീ പെട്ടെന്ന് 2 പാട്ട് പാടി അങ്ങ് പൊക്കോ. ഓക്കെ. ഞാനാ ഈ പാമ്പ് ആയ, എല്ലാരും മാറി ആയ ആയ ഇരുന്ന മങ്ങളെ. ചേർത്ത കാരി വരെ വണ്ടി വലിയ ചേർത്ത ഫീസ് വരെ കാരി ചണ്ടി ശരീരട തിട്ടക്കീടി കോരവിര ഓ ബസി വരെ അടിക്കാൻ ഞാൻ കീര ഭാഷ ഓ ചോ 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 പാമ്പ് ഭാഷ. ആ പിടിച്ചോടിച്ചോ കാര്യം വരെ മൂർഖ ചോടിച്ചോടിച്ചോ മൂർഖ വീര് ആച്ചുവമ്പ് അൽവരി വടിച്ചടിച്ചാണ് നീർക്കോലോ വീര് വരെ അടിച്ചടിക്കാനോ മഞ്ഞച്ചേരി ഓടി വടിച്ചടിച്ചാണ് നീർക്കോല് വരി വടിച്ചടിച്ചാണ് ഞാൻ ഞൂല് വരി അടിച്ചോടെ കാവ. അല്ല എന്താ ഇപ്പൊ പാടിയത്? പാമ്പുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഭക്തികാരമാണ്, അവതരണകാരം. എല്ലാ പാമ്പും തൃപ്തിപ്പെടും. ബീവറേജിൽ നിന്നുള്ള പാമ്പ് പിടിച്ച് ബാക്കിയല്ല. ഈശ്വര പ്രാർത്ഥന. ഓ ഷൂ. അപ്പൊ ഒന്നാമത് സർപ്പപ്പാട്ട് പാടി പാടിനെ ഒന്ന് സൂപ്പിച്ച് പാമ്പിനെ സൂപ്പിച്ച് അവിടെ ഇരുത്തിയേക്കാം. അതാണല്ലോ അതിന്റെ കാര്യങ്ങളും നടപടികളും കണ്ടെടുത്തോ. ഓർമ്മോർക്കോ അതല്ലേ അതൊന്ന് പറയടിയതാണോന്ന്. അതല്ലേ ഒറ്റ പാമ്പിനെ കണ്ടിട്ടുള്ളൂ. അതിന്റെ കുഞ്ഞുങ്ങളോ ഇണകളോ ഇവിടെ ഉണ്ടോന്നൊരു സംശയമുണ്ട്. ഒരു പാമ്പേ ഉള്ളൂ, ഒറ്റ പാമ്പേ ഉള്ളൂ. അപ്പൊ സിംഗിൾ സോങ് മതി, മറ്റേ ഗ്രൂപ്പ് വേണ്ട. പഠിച്ചോണം ഇനി എന്തോ വേണം എന്റെ നാഗരാജാവേ. ഇനി എന്തോ ഭക്തിപരമായിട്ട് എല്ലാരും ഇരിക്കണ്ടോ. നാഗരാജാവേ നാഗരാജ ചൊല്ലേ വന്ന നാഗരാജാവേ ഇനി എന്തോ വേണം എന്റെ നാഗരാജാവേ. വേറെ കേസുണ്ട്. ആ പിള്ളേർ അവിടെ ആ പന്തലും കെട്ടി എല്ലാ പണിയും ചെയ്ത അവന്മാരെ മഴയത്ത് നനഞ്ഞു നിൽക്കുക. അവന്മാർക്ക് ഒരു ചെറുത് വേണമെന്ന് പറഞ്ഞു. ഞാനൊരു കേസ് സാധനം വാങ്ങിച്ചു കൊടുത്തോട്ടെ. എന്റെ മണിയപ്പൻ ചേട്ടാ ഈ സമയത്ത് തന്നെയാണോ ഇതൊക്കെ? നീച്ച് പൈസ ഇങ്ങനെ എടുത്ത് ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കട്ടെ അവർക്ക്. രണ്ടെണ്ണം ഉണ്ടായിരുന്നേലൊരു പാടാൻ സുഖമായിരുന്നു. എന്തോ രണ്ടെണ്ണം ഉണ്ടായിരുന്നേ ഒന്ന് പാടാൻ സുഖമായിരുന്നു. വാങ്ങിക്കുന്നില്ല അടിവോ കാര്യങ്ങൾ വല്ല ഉണ്ടോ? സാധനം വാങ്ങിക്കുന്നില്ല. നാണ്ടിയാണ് തലയ്ക്ക് കുത്തില വിളിക്കാതെ സുഖമില്ലാത്തൊരു സാധനമാണ്. എന്തായാലും കുഴപ്പമില്ല. പോട്ടെ. ഇനി എന്താ വേണം എൻ്റെ നാഗരാജാവേ.
ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തു. ജനറേറ്റർ കാട്ടിലല്ലേ വെച്ചേക്കണേ? ആ, അത് കുഴപ്പമില്ല. ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. അവര് ആ പിള്ളേർ ബോറടിച്ചിരിക്കും. അവർ 12 മണിക്കൂറുണ്ട്. ഇപ്പൊ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ ഇനി ബാലൻസ് വരും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 60 കുത്തി ചീട്ടം വാങ്ങിച്ചു കൊടുത്താൽ അവരെന്തെങ്കിലും കളിച്ചോണ്ടിരുന്നോളൂ. ഇത് കല്യാണ വീടല്ലേ, പാമ്പ് കയറിയ വീടാ. എടാ നീ ഒന്ന് ചാടി നിൽക്കണം. ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞില്ല. എടാ കാര്യം നടക്കട്ടെ. കല്യാണത്തിന് വെച്ചിരിക്കുന്ന കാശാ കേട്ടോ. ചീട്ട് ഞാൻ എന്നാ രമ്യാണോ കിച്ചാണോ അത് പന്നി മലത്താണോ? എന്തോ രമ്യാണോ കിച്ചാണോ അത് പന്നി മലത്താണോ? രമ്മി അറിയത്തില്ല എനിക്ക് അറിയത്തില്ല. ഇനി എന്ത് വേണമെന്നെ നാഗരാജാവേ വേണമെന്റെ നാഗരാജാവേ. ഇതൊന്നോ ഇരിക്കവിടെ ടച്ചിനെല്ലാം വാങ്ങിച്ചിട്ടുണ്ടോ? എന്നെ സാധനം വെച്ചിരിക്കുന്നുണ്ട്. കടല മതിയോ? കടലാണ് വലിയ കടപ്പം ഇല്ല അല്ലേ? കടലാണ് വലിയ കടപ്പം ഇല്ല അല്ലേ? നിങ്ങളല്ലേ പറഞ്ഞ ജനറേറ്റർ കൊണ്ട് കാട്ടിലേക്ക് ഇറക്കി വെക്കാൻ പറഞ്ഞ? ഇങ്ങോട്ട് ജനറേറ്റർ കൊണ്ടു കഴിഞ്ഞാൽ ഈ പാമ്പിന് ഒച്ച കേട്ട ഞാൻ ഈ ഉമ്മർത്ത് ഈ വീടിന്റെ ഉമ്മർത്ത് ഇറക്കി വെക്കാന്ന് ഞാൻ പറഞ്ഞാണോ? എന്നാ പറ്റിയേ? എന്താ പറ്റിയെന്നോ? ആ കാട്ടിൽ നിന്ന് ആരാണ് ജനറേറ്റർ എടുത്തോണ്ട് പോയി. എന്റെ ഈശ്വര, അതിന് പൈസ ഉണ്ടാക്കുള്ളൂ. എത്ര രൂപയാണ് അതിന്? അതെ, എത്ര കാശാന്നാ? പരിഗണായിട്ട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. 1.25 ലക്ഷം രൂപയോളം വരുന്ന സംഭവം. അത് കയറി ഇടപെട്ടേക്കണന്റെ പേരിൽ ഒരു 85 നമുക്ക് നിർത്താം. അത് കൊടുക്കേണ്ടി വരും. രമേശന്റെ പിള്ളേരെ കാര്യങ്ങൾ ആയിക്കോട്ടെ. നീ പൊക്കോ. ഈ പിള്ളേരെ ഓരോരോ കാര്യങ്ങളെ അമ്മര്. പക്ഷെ നീ ഭാഗ്യവാനാ കേട്ടോ. 1.25 ലക്ഷം രൂപയുടെ സാധനത്തിന് നീ 85 രൂപ കൊടുത്താൽ മതി. ബാക്കി പൈസ നിനക്ക് ലാഭം. 85 രൂപ എന്നാത്തിനാന്ന് പറയാം. വേറെ ഒന്നും അല്ലടാ, ജനറേറ്റർ കൊണ്ട് കാട്ടിൽ വെച്ചാൽ അത് ആരൻ്റെ എടുത്തോണ്ട് നീ എന്റെ പൈസ കൊടുക്കണം. അപ്പൊ ഇതിന്റെയൊക്കെ പൈസ ഞാൻ എന്തിനാ പണിയപ്പച്ചേട്ടാ കൊടുക്കുന്നത്? എന്റെ കല്യാണം നടക്കാൻ വെച്ചിരിക്കുന്നത് പൈസ അല്ലേ ഇത്? നീ അതൊന്ന് എടുത്ത് കൊടുക്കണ പൈസ കൊടുക്ക്. അച്ഛ എന്റെ കല്യാണത്തിൽ വെച്ച് പാമ്പ് പോട്ടല്ലേ? പാമ്പ് പോട്ടടാ. എന്റെ കല്യാണം എല്ലാവരും കൂടി ഒരു കാര്യം ചെയ്യ്, മണിയപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാൻ നിൽക്കണ്ട. ഇത് മൊത്തത്തിൽ അങ്ങ് പിടിച്ചു, എന്നിട്ട് കൈവച്ച് ആവശ്യത്തിന് അങ്ങ് ചെലവാക്കി. ഞാൻ എന്റെ വിധിയാണ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി എന്ത് വേണമെന്റെ നാഗരാജാവേ? ഇനി എന്ത് വേണമെന്റെ നാഗരാജാവേ? ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഓക്കെ ആക്കി എന്നോർത്ത് നിന്റെ കയ്യിലിരിക്കണ പൈസ കൊണ്ടുവന്ന് ധാരാളിത്തമാക്കി ചെലവാക്കുന്ന ഒരാളല്ല നിന്റെ അയൽക്കാരൻ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ വന്നേ, ബാലൻസ് പൈസ നിന്നെ വെപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ലേ? പിന്നെ അത് ഞാൻ ചെയ്യുന്നു. ഇത്രയും പൈസ തന്നാൽ 500 രൂപ ബാലൻസ് ഉണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ കല്യാണം നടത്തുമോ? എന്നാന്ന് വെച്ചാൽ നീ 3 ലക്ഷം രൂപ തന്നെ, ബാക്കി 500 രൂപ ഉണ്ടല്ലേ? 12-ാം തീയതി എന്റെ കല്യാണം നടക്കാൻ വെച്ചിരുന്ന കാശ. ഇനി എങ്ങനെ ഈ കല്യാണം നടക്കും? 460 പണ്ട് കണ്ടിട്ട് നടക്കാനുള്ള കല്യാണമായിരുന്നു. മണിയണ്ണ, ഫോറസ്റ്റ് ഓഫീസറും നമ്മൾ മറ്റേ പുള്ളി എത്തിയിട്ടുണ്ട്. വാവച്ചിയോ? ആ പാമ്പ് പിടിക്കാനുള്ള വാവച്ചി എത്തി, ഫോറസ്റ്റുകാരി എത്തി. സാറേ ഞാനാണ് ഇതിന്റെ എല്ലാ ഏർപ്പാടും ചെയ്തത്. സാറേ പാമ്പ് മരത്തല ചാടി ചാടി വന്നിട്ട് എന്റെ വീടാ സാറേ, പെട്ടെന്ന് ഞങ്ങളിന്ന് പരിചയപ്പെടുത്തിയ ഇതാണ് മറ്റേ പാട്ട് പാടുന്ന ആള്. നിങ്ങളുടെ പേരെന്നാന്ന് പറഞ്ഞേ? എന്റെ പേര് അബ്ദു. അത് ഇതിന്റെ അകത്ത് കിട്ടത്തില്ല വായിക്കാനേ. മാമ്പിൽ സൂപ്പിച്ചാ മതി. അപ്പൊ ബാബുജി സംഭവം കണ്ടല്ലോ, റെഡി ആണല്ലോ? അപ്പൊ നടക്കട്ടെ. ഓക്കെ.
എല്ലാം ഭംഗിയായിട്ട് വരട്ടെ. എന്നത് എന്നത് ഡിപ്പാർട്ട്മെന്റും മാവിച്ച് എന്ന് ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അന്ന് പ്രാർത്ഥന നടത്താതെ ഒരു കാര്യത്തിൽ ഞങ്ങൾ കിടന്നിട്ടില്ല. പ്രാർത്ഥന. അതെ അതെ അതെ. ദൈവമേ, ഒരു മുയലിനെ പിടിക്കുന്നത് പോലെ ഈ പാമ്പിനെ പിടിക്കാൻ എന്റെ ബാബുച്ചിക്ക് സാധിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നീ ഇറങ്ങി പ്രവർത്തിക്കണമേ. നീ അഴിഞ്ഞാടണമേ ഇന്ന് ഈ വേദിയിൽ. ഞങ്ങൾ മതം മാറിയെന്ന് വിചാരിക്കും. അല്ല കുഴപ്പമില്ല, ഇതിപ്പോ എല്ലാം ഓക്കെ അല്ലേ? 100 110 അല്ലേ? അപ്പൊ കേറിക്കോ, കേറിക്കോ, എല്ലാം ഞാൻ ഓക്കെ ആക്കിയോ. കേറിക്കോ, ധൈര്യമായിട്ട് കേറി. പിന്നെ കൂടുതൽ ആരിലും ധൈര്യമുള്ള ഒരാള് അയാളുടെ കൂടെ പോകണം. ധൈര്യമുള്ള അങ്ക് ധൈര്യമുള്ളതുകൊണ്ടാണല്ലോ അവനെ വിളിച്ചത്. ചാക്ക് കിടന്നോട്ടെ, സൂക്ഷിക്കണേ. ഒന്ന് മാറിയുള്ളൂ, ഒന്ന് മാറിയുള്ളൂ. മുണ്ടിന്റെ കൊത്തഴിച്ചിട്ടാൽ നന്നായിരുന്നു. മുണ്ടിന്റെ കൊത്തഴിച്ചിട്ടാൽ നന്നായിരുന്നു. ഞാൻ മാത്രല്ല എൻ്റെ കൂടെ വിളയിരിപ്പുണ്ടോ. രണ്ട് പാമ്പാന്ന് വിചാരിച്ചാൽ അതാ. ധൈര്യമായിട്ട് ചെല്ലേ കൂടെ. ഓക്കെ, പാമ്പിനെ പിടിച്ചേ. പാമ്പിനെ പിടിച്ചിരിക്കുകയാണ്. ആ ചാക്കിനകത്ത് വായിക്കോ, ആ ചാക്കിനകത്ത് വായിക്കോ. ഫോട്ടോ എടുക്കുവൻ, ഫോട്ടോ എടുത്തിട്ടാ. ഫോട്ടോ എന്നോട് എടുക്കാൻ പറഞ്ഞേക്കോ. ആണോ? പിടിച്ചേ. അതിന്റെ ഫേസ് കറക്റ്റ്. സ്ഥിരം പരിപാടിയാ, ഫേസ്ബുക്കിൽ ഇടാനാ. കേട്ടോ, ഇതിനകത്ത് കേട്ടോ, ഇട്ടോ. സാറേ, ഇനി ഇതിനെ എന്നാ ചെയ്യും? ഇനി ഇതിന് നമ്മൾ വനത്തിൽ കൊണ്ട് കളയും. വനത്തിൽ കൊണ്ട് കളയും? യെസ്. ആ ശരി, എന്നാ ഇനി സാറ് പോണ വഴിക്ക് ഏതെങ്കിലും വനത്തിൽ കൊണ്ട് കളയും. അയ്യോ, പോറ വഴിക്കല്ല. ഓക്കെ, എല്ലാം പറഞ്ഞോലെ, എല്ലാം പറഞ്ഞോലെ. ഓക്കെ, അങ്ങോട്ട് പോ സാർ, അങ്ങോട്ട് പോ. ഇനിയും പാമ്പിനെ നോക്കി പിടിക്കാൻ പോവോ? ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയില്ലേ? പാമ്പിനെ പിടിച്ചു വിട്ടില്ലേ? എല്ലാവർക്കും സമാധാനമായില്ലേ? ഇപ്പൊ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഓക്കെ എന്നാ, ശരി എന്നാ. എന്നാ കാശ് കിട്ടിയ പുക വാർന്നു. ഞങ്ങളുടെ കാശ് കിട്ടിയ പുക വാർന്നു. ഇവരുടെ പൈസ കൊടുത്തിട്ടില്ല, ഇവരുടെ പൈസ മാത്രമേ കൊടുക്കാനുള്ളൂ. ഒരിച്ചിരി പൈസയും തന്നെ. എന്റെ മണിയപ്പൻ ചേട്ടാ, ഞാൻ 12-ാം തീയതി കല്യാണത്തിൽ വെച്ചിട്ട് 3 ലക്ഷം രൂപ ഞാൻ ചേട്ടനെ ഏൽപ്പിച്ചു. ഇനി ഈ കുടുംബത്തിൽ മഷി ഇട്ട് നോക്കി ആകെപ്പാടെ ചേട്ടൻ തന്നെ 500 രൂപയുണ്ട്. ഇതുകൊണ്ട് അവരെ പറഞ്ഞു വിടാൻ പറ്റുമെങ്കിൽ പറഞ്ഞു വിട്ടു, അല്ലാതെ 10 പൈസ എന്റെ കയ്യിലില്ല. ഇതുകൊണ്ട് എന്തെങ്കിലും ആവുമോ? അതങ്ങ് അമ്മാവന് ഇച്ചിരി പൈസ തരാനുള്ള മനസ്സുണ്ടോ? അളിയാ, എനിക്ക് ഇച്ചിരി ധൃതിയുണ്ട്, ഞാനങ്ങ് പോവാ. ഇനി 12-ാം തീയതി കല്യാണമൊന്നും ഇല്ലല്ലോ അല്ലേ? എല്ലാരും മൊത്തത്തിൽ എന്നെ കൈയൊഴിഞ്ഞ പോലായി. നിങ്ങൾക്കുള്ള കാശ് ഞാൻ അടിച്ചാത്ത തന്നാ മതിയോ? അതിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞാ മതി. പൈസ ഇല്ല, പിന്നെ എന്നെ ചെയ്യാൻ പറ്റും? കാശ് തരാതെ ഇതിൻ്റെ അകത്ത് ഒരു സെക്കൻഡ് ഞങ്ങൾ മാറിയല്ല. പൈസ ഇല്ലെന്ന്. എടാ, ഇത്ര നേരം ഞാൻ എന്റെ മെമ്പർ നോക്കി ഒറ്റയടിച്ച് ഇതിൻ്റെ അകത്ത് 7-8 മണിക്കൂർ പാടിയതാ. ഞങ്ങൾക്ക് കാശ് തരാതെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പോവുകയല്ല. അവൻ മുങ്ങണുണ്ട്, രമേശ പൈസ കൊടുക്കണം. ആര് മുങ്ങിയ എന്നും ഞങ്ങൾക്ക് അറിയില്ല. എടാ, ഞങ്ങൾ ഇവിടെ നീ എത്ര രൂപ ഇതിൻ്റെ അകത്ത് ചെലവാക്കിയാവേ? നീ ജനറേറ്റർ അതിന് പശു ഒത്തതിനും ജവറോണ്ടാക്കാനും കാശ് മുടക്കായിരുന്നോ? ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉറക്കളിച്ചിരുന്ന് പാടി 7-8 മണിക്കൂർ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് 7000 രൂപ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പോകുന്ന പ്രശ്നമില്ല. പൈസ ഇല്ലെന്ന് എന്റെ ഈ തരാൻ, അടുത്ത ആഴ്ച തന്നാ മതിയില്ലോ? കാശില്ല. ഇല്ല. നിന്റെ ഇല്ല? ഇല്ല. വീട്ടുകാരുടെ ഇല്ല? ഇല്ല. അതിനുള്ള പണി ഞാൻ തരാടി. മറ്റേ ശ്രുതി പിടിച്ചിട്ട്. ഏത് ശ്രുതിയാ? അതൊക്കെ ഞങ്ങളിവിടെ കാണിച്ചു തരാം. ഞങ്ങൾക്ക് അടുത്ത പണി അറിയാടാ. പോയ പാമ്പുകളെല്ലാം തിരിച്ചു വരികോ. ഇനി എന്ത് വേണമെന്റെ നാഗരാജാവേ? പാമ്പുകൾ പോയിട്ടുണ്ട്, തിരിച്ചു വരികയോ? പാമ്പന്റെ രാജവെമ്പാലയോ തിരിച്ചു വരികയോ? അയ്യോ ചേട്ടാ, പാട്ട് നിർത്ത്, പാട്ട് നിർത്ത്. ആ വഴിയിലെല്ലാം പാമ്പാ. ആണോ?
എന്നാ മടിയണ്ണാ, ഇവിടെ മൊത്തം പാമ്പാണ് അവിടൊക്കെ. എന്റെ പൊന്നെ ഇത് എന്ത് പരിപാടിയാ ചേട്ടത്? എടാ ഞാൻ ചോദിച്ചപ്പോ തരാനായിട്ടുള്ള കാശില്ല. നിങ്ങൾ ഈ മരത്തേരുന്ന പാമ്പ് പോകാനായിട്ട് രൂപ എന്തായാലും മുടക്കി. ഇതാ പറഞ്ഞത്, മരത്തേരിക്കുന്ന പാമ്പിനെ പാടി സൂപ്പിക്കാൻ മാത്രമല്ല ഞങ്ങൾക്ക് അറിയാവുന്നത്, പിന്നെ പോയ പാമ്പിനെ പാട്ട് പാടി തിരിച്ച് വീട്ടിലെത്തിക്കാനും ഞങ്ങൾക്ക് അറിയാവടാ. കാരണവന്മാര് പറയുന്നത് വേലിയിരിക്കുന്ന പാമ്പിനെ എടുത്ത് അത് തന്നെ. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പക്കറുമൊക്കെ ആയിട്ട് ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് അല്ലേ? ഇത് അന്ന് ചെയ്ത സ്റ്റേജിൽ ചെയ്ത ഐറ്റംസ് ഓർമ്മയുണ്ടോ? ഇപ്പോൾ ചെയ്യാൻ പറ്റൂ? അന്ന് ഇദ്ദേഹത്തിന്റെ വെറൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഇവൻ ചെയ്യുന്ന ഒരു ദിവസം വേണ്ടി വരും. നമുക്ക് അത്യാവശ്യം ക്രീമായിട്ടുള്ള 1-2 പേരുടെ ശബ്ദം നമുക്ക് കേൾക്കാം. തീർച്ചയായിട്ടും. പഴയ ഗായകൻ അന്തരിച്ചുപോയ KS ജോർജിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ ഒരു പ്രിയപ്പെട്ട ഒരു ഗാനം. ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ വാമ്പുകൾക്ക് മാളമുണ്ട്, വറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനുണ്ടല ജയിക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. കമുകര പുരുഷോത്തമൻ, പഴയ ഗായകൻ. ആത്മവിദ്യാലയമേ ആത്മവിദ്യാലയമേ അവനില്ല ആത്മവിദ്യാലയമേ അകിലയില്ല ജീവിതമില്ല മഴിനിലയില്ല ജീവിതമെല്ലാം ആരടി മണ്ണിൽ നീറിയുടും ആരടി മണ്ണിൽ നീറിയുടും ആത്മവിദ്യാലയമേ അവനില്ല ആത്മവിദ്യാലയമേ. പിന്നെ തമിഴിലെ മ്യൂസിക് ഡയറക്ടറായ ദേവസാറ് ഒരു പാട്ട് പാടിയിട്ടുണ്ട് കാതൽക്കോട്ടൈ എന്ന ചിത്രത്തിൽ. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ശബ്ദം ഞാൻ നമ്മുടെ ചെന്നൈ പ്രോഗ്രാമിലൊക്കെ നമ്മൾ ശരിക്കും നന്നായിട്ട് പാടിയിട്ടുള്ളൊരു സോങ്ങാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം. கவலைப்படாதே சகோதரா, எங்கம்மா கருவாரி காத்து நிப்பான், காதல்ல தான் சேர்த்து வைப்பான். கவலைப்படாதே சகோதரா, கவலைப்படாதே சகோதரா, எங்கம்மா கருவாரி காத்து நிப்பான், காதல்ல தான் சேர்த்து வைப்பான். கவலைப்படாதே சகோதரா. எம்மா எம்மா ஒருவத்தில சும்மா பயங்கதில்ல அம்மா, மனச பார்த்த காதல் தான் அம்மா. கவலைப்படாதே சகோதரா, எங்கம்மா கருவாரி காத்து நிப்பான், காதல்ல தான் சேர்த்து வைப்பான். கவலைப்படாதே சகோதரா. எம்மா 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 ஒருவத்தில சும்மா பயங்கதில்ல அம்மா, மனச பார்த்த காதல் தான் அம்மா. கவலைப்படாதே சகோதரா, எங்கம்மா கருவாரி காத்து நிப்பான், காதல்ல தான் சேர்த்து வைப்பான். கவலைப்படாதே சகோதரா, கவலைப்படாதே சகோதரா, கவலைப்படாதே சகோதரா. നിങ്ങൾ എല്ലാവരും ചിരിപ്പിക്കാൻ ഞങ്ങൾ വീണ്ടും എത്തും. പക്ഷേ ഇപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു.